അങ്ങനെ നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വീട് പണിയെല്ലാം പൂർത്തിയായി. നാളെ അതായത് മെയ് 3 നമ്മുടെ വീടിൻ്റെ പാല് കാച്ചലാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗണപതി ഹോമം, ഭഗവതി സേവയൊക്കെ ആയിട്ട്. അപ്പോൾ അത് നമ്മുടെ പാല് കാച്ചലിൻ്റെ തലേന്നായി ഇന്ന് മെയ് 2 ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായിട്ട് രാവിലെ വന്നതാണ്. തിരുമേനി ഇതുവരെ എത്തിയില്ല, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മുടെ വീട് പണിയൊന്നും നാളെ പാല് കാച്ചാണെങ്കിലും കുറച്ച് അലങ്കോലമായിട്ടൊക്കെ കിടക്കും കേട്ടോ. കാരണം പിന്നെ കബോർഡൊക്കെ ചെയ്തപ്പോഴത്തേക്കിനും പിന്നെയും അലങ്കോലമായി. ആദ്യം ഒരു ക്ലീനിങ് കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒന്നേന്ന് തൊട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്ന് 2 പേര് നിന്ന് ക്ലീൻ ചെയ്യും. പിന്നെ കുറച്ച് ടച്ചിങ് വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ ജോലിക്കാരും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നൊരു ദിവസം കൊണ്ടല്ലേ ഉള്ളൂ. നാളെ പാല് കാച്ചലിന് മുന്നോട്ടായിട്ട് എല്ലാ പണിയും കഴിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ തിരുമേനി വന്നുകൊണ്ട് ഗണപതി ഹോമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി കേട്ടോ. നമ്മുടെ ആഷ്മിയൊക്കെ ഉറക്കം തൂങ്ങി നടക്കും കേട്ടോ. കാരണം വെക്കേഷൻ ആയതുകൊണ്ട് നേരത്തെയൊക്കെ എഴുന്നേക്കത്തില്ലല്ലോ, താമസിച്ചല്ലേ. അപ്പോൾ ഇന്ന് 4 മണിക്ക് എഴുന്നേറ്റ് കേട്ടോ. അപ്പം എന്നാണ്ട് ഈ ചെറിയ പണികളൊക്കെ തിരുമേനി കൊടുത്തിട്ടുണ്ട്. പൂവ് നിതർക്കാനും തൂക്കാൻ ഞാനാ പറഞ്ഞു കേട്ടോ. പള്ളിയിലെ കബോർഡൊക്കെ ചെയ്തതിന് ചെറിയ ആണിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മുടെ കാലിൽ കൊണ്ട് കയറുന്നുണ്ട് ഒന്ന് തൂക്ക് ഒതുക്കി വെക്കുകയാണ് അവൾ കേട്ടോ. രാവിലെ ഗണപതി ഹോമം, സന്ധ്യയ്ക്ക് ഭഗവതി സേവ, അങ്ങനെയാണ് കേട്ടോ. അപ്പം സന്ധ്യയ്ക്കും ഇനി അടുത്ത പൂജയുണ്ട്. അപ്പം ഗണപതി ഹോമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. അപ്പം നമ്മൾ ഗൃഹനാഥനും ഗൃഹനാഥയും നിലവിളക്കൊക്കെ കത്തിച്ച് വേണം ഇത് തുടങ്ങാനായിട്ട് കേട്ടോ. അങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. നമ്മൾ പഴയ വീടും അയൽക്കാരെയൊക്കെ ഒന്ന് വിട്ടു പോകുന്നതിനായിട്ട് കേട്ടോ. കുറച്ച് ദിവസം ഇവിടെ താമസിച്ച് കഴിയുമ്പോഴത്തേക്കിനും അതൊക്കെ അങ്ങ് ഓക്കെ ആയിക്കോളും. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോസ് ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പാല് കാച്ചൽ വീഡിയോ ഒക്കെ ഞാൻ ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്തേക്കണേ.